നമസ്കാരം. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ? എന്നിരുന്നാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കാണാതെ പോകരുത്. കാരണം പലർക്കും ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാറുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പലരും നമ്മളോട് പറയുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, പരാജയം സംഭവിക്കുന്നുണ്ട്. ബിസിനസ് തുടങ്ങി 6 മാസത്തിനകം തന്നെ അത് പൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? നിങ്ങളൊരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്, നിസ്സാരമായി ചെറിയ രീതിയിൽ ഒരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വലിയ ലക്ഷങ്ങളും കോടികളും മുടക്കി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയം വരുത്തേണ്ട പല കാര്യങ്ങളും ഇതിൽ പറയുകയാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിൻ്റെ സ്ഥാപനം അതെവിടെയാണ് എന്ന് നോക്കുക. ആ സ്ഥാപനത്തിൻ്റെ വാസ്തുവിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് വ്യക്തമായി പരിശോധിക്കുക. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ്സിന് മുന്നിലേക്ക് പോകുവാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിന് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫർണിച്ചർ വർക്കെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരിക്കേണ്ട സ്ഥലം എവിടെയാണ്, പൈസ അതായത് ധനം വരേണ്ട സ്ഥാനം എവിടെയാണ്, ഇതെല്ലാം പരിശോധിക്കുക. കിഴക്ക് ഭാഗമോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തൊക്കെ വയ്ക്കുന്നത് വളരെ നല്ലത്. കാരണം നമ്മൾ ആ മേശ തുറക്കുന്ന ആ സ്ഥലം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് വ്യക്തമായി നോക്കുക. ഓരോ കടയ്ക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾക്കും പല പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് കിഴക്കോട്ടൊക്കെയാണ് നമ്മൾ മേശ തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ വാസ്തു സംബന്ധമായിട്ട് ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു കട തിരഞ്ഞെടുക്കുക. അവിടെ ഫർണിച്ചർ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുകയും അതിൻ്റെ രീതിയിൽ വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ലാഭമൊന്നും വരുന്നില്ല, ബിസിനസ് പരാജയത്തിലാണെന്നുണ്ടെങ്കിൽ വ്യക്തമായി ഒന്ന് നോക്കുക. വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്ന് വ്യക്തമായി പരിശോധിക്കുക. നിങ്ങളിരിക്കുന്ന പൊസിഷൻ ശരി തന്നെയാണോ, അല്ലെങ്കിൽ പൈസ വച്ചിരിക്കുന്ന സ്ഥലം കറക്റ്റ് തന്നെയാണോ, അല്ലെങ്കിൽ അവിടുത്തെ ആ മേശ, അലമാര, അല്ലെങ്കിൽ അവിടുത്തെ ഫർണിച്ചർ എല്ലാം ക്ലിയർ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം വലുതായി കൂടുവാനും ലാഭം ഉണ്ടാക്കാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. തുടർന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ സ്ഥാപനം, ഇപ്പോൾ എന്ത് സ്ഥാപനം തന്നെ ആയിരുന്നാലും അവിടെ വിളക്ക് വയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ ഇഷ്ടദേവത, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശ്വരൻ, അപ്പോൾ ആരും തന്നെയാകാം, ആ മൂർത്തിയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ മനസ്സിൽ അദ്ദേഹത്തെ വിചാരിച്ചുകൊണ്ട് ഒരു വിളക്ക് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലും നെയ് വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു അരമണിക്കൂറായിരിക്കും വിളക്ക് കത്തിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നല്ലൊരു നെയ്യൊക്കെ വാങ്ങിച്ച് ശുദ്ധമായ നെയ്യിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അവിടെ വിഷ്ണു ഭഗവാന്റെ ഒരു സാന്നിധ്യം